ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട്, മോനെ മോളെ, നിന്റെ ജീവിതം, നിന്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ, നിന്റെ പ്രതീക്ഷകൾ, നിന്റെ ആശങ്കകൾ, നിന്റെ ആകുലതകൾ എല്ലാം ഈ അൽത്താരയിലേക്ക്, ഈ ദിവ്യകാരുണ്യനാഥനിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അല്പസഹനമെടുത്ത് അങ്ങനെ പറ്റുമെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ആരാധനയുടെ പ്രത്യേക നിയോഗം നമുക്കറിയാം. പ്രാർത്ഥനാ ജീവിതം ബലപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. പാപജീവിതത്തിൻ്റെ പോലും പരിഹാരം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്, യേശുവിലുള്ള ജീവിതമാണ്. പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് യേശുവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാര ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയുടെ മനുഷ്യരാകാന്നുള്ളതാണ്, പ്രാർത്ഥിക്കുന്നവരാകാന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നവരാകുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നമുക്ക് തന്നിരിക്കുന്ന ചില പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം അനുവദിക്കുന്ന അനുഭവങ്ങളോട് ദൈവസ്നേഹത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാനുള്ള ഒരു അഭിഷേകമാണ് പ്രാർത്ഥനയുടെ ജീവിതം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞില്ലേ, പ്രാർത്ഥനയിൽ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടുമുട്ടുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഈശോ എനിക്ക് വേണ്ടി ചെയ്തതെന്താണെന്ന് ആ പരിശുദ്ധമായ സ്നേഹത്തെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് പറയാണ്, ഈ സ്നേഹം പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും നൽകുന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നത്. പ്രാർത്ഥനയിലാണ് ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥനയിലാണ് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അതുകൊണ്ട് മോനെ, നിന്റെ പ്രശ്നങ്ങൾ എന്തുവാകട്ടെ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ എന്തുവാകട്ടെ, സങ്കടങ്ങൾ, സംഘർഷങ്ങൾ എന്തുവാകട്ടെ, പരാധീനതകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ എന്തുവാകട്ടെ, നേരിടുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ എന്തുവാകട്ടെ, ഈ വിഷയത്തിന്റെ നടുവിൽ ദൈവമേ എന്ന് ഹൃദയം നുറങ്ങി ഒന്ന് വിളിക്കാൻ, പ്രാർത്ഥിക്കാൻ നീ പഠിച്ചാൽ, ഈ തകർന്നിരിക്കുന്ന വേളയിൽ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് നിലവിളിക്കാൻ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ നീ പഠിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. കർത്താവേ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, അച്ഛാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇനി എങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്, പ്രാർത്ഥിച്ചു മടുത്തു വച്ചോ എന്ന് പറയുന്നവരുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി ബാധ്യസ്ഥ വഹിക്കുന്നു. നമുക്കറിഞ്ഞുകൂടാ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, പക്ഷേ ആത്മാവ് നമ്മെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ, എൻ്റെ ആശങ്കകളും എൻ്റെ ആകുലതകളെല്ലാം ദൈവമേ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, എൻ്റെ നാളെയെക്കുറിച്ചുള്ള സങ്കടങ്ങളെ, അമിത ഭാരത്തെ എല്ലാം നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, നിന്റെ പരിപാലനയിലും നിന്റെ സംരക്ഷണത്തിലും നിന്റെ കരുതലിലും പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, നിന്റെ കരം ശക്തമായ കരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ, എന്നെ പ്രാർത്ഥനയുടെ മനുഷ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ എന്നെ പ്രാർത്ഥനയുടെ മനുഷ്യനാക്കണമേ. വേദനകളുണ്ടെന്നേ, സങ്കടങ്ങളുണ്ടെന്നേ, രോഗങ്ങളുണ്ടെന്നേ, തകർച്ചകളുണ്ടെന്നേ,
ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഉണ്ടെന്ന് യേശുവേ, ഈശോയോട് പറഞ്ഞ, ഈശോയെ ഈ വേദനയുടെ നടുവിൽ എന്നെ പ്രാർത്ഥനയുടെ മനുഷ്യനാക്കണമേ എന്ന് പറഞ്ഞാൽ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് എക്കാലവും എപ്പോഴും പറയാൻ പഠിപ്പിക്കണമേ. ആമേൻ. അതാണല്ലോ പ്രാർത്ഥനയുടെ പാരമ്യത്തിൽ ഈശോ ഗെത്സമൻ തോട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചത്. യേശുവേ, പതിവ് പോലെ അവൻ പ്രാർത്ഥിക്കാൻ പോയി. ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അവൻ വല്ലാതെ വേദനിച്ചും പരിത്യക്തനായും അവൻ പ്രാർത്ഥിച്ചു. രക്തം വിയർത്തു പ്രാർത്ഥിച്ചു എന്നാ വചനം പറയുന്നത്. ആ പ്രാർത്ഥന ഇതായിരുന്നു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീ എടുത്തു മാറ്റണമേ. വഹിക്കാൻ പറ്റാത്തതും എടുക്കാൻ പറ്റാത്തതുമായ ചില ജീവിതത്തിന്റെ പാനപാത്രങ്ങൾ കൊണ്ടു നടക്കുന്നവരല്ലേ നമ്മൾ? സഹനത്തിന്റെ പാനപാത്രങ്ങൾ പേര് ജീവിക്കുന്നവരല്ലേ? യേശു, ഈശോയെ, എന്തെല്ലാം തരത്തിലുള്ള സഹനങ്ങളുടെ മധ്യയാണ് ഈ മക്കൾ പലരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തകർച്ചകളുടെയും കണ്ണുനീരിന്റെയും നടുവിലാണ് ദൈവമേ എന്ന് ചങ്കുപൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവേ, കർത്താവേ, ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ. ഇവരുടെ വിഷമങ്ങളെ, വേദനകളെ നീ ഏറ്റെടുക്കണമേ. ഇവിടെ ദുഃഖങ്ങളെ, കണ്ണുനീരിനെ ഒക്കെ കർത്താവേ നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ തനിക്ക് എടുക്കാവുന്നതിനുപരിയായ സഹനത്തിന്റെ തീച്ചൂളയിൽ ഈശോ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ. എന്നിട്ട് പ്രാർത്ഥനയുടെ പാരമ്യത്തിലേക്ക് ഉയർന്നപ്പോൾ ഈശോ പറഞ്ഞു, അപ്പാ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ. എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കണമെന്നാണ്, ഈ കുരിശ് വഹിക്കണമെന്നാണ്, ഈ പീഡകൾ ഏറ്റെടുക്കണമെന്നാണ്, മൂന്നാണികളിൽ തറയ്ക്കപ്പെടണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ അപ്പാ അങ്ങനെ നടക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്നും ദൂതനിറങ്ങി കർത്താവിനെ സഹായിച്ചു എന്ന് വചനം പറയുന്നു. ഈശോയെ, സ്വർഗത്തിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് തരണമേ. പല കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളുണ്ട്. പാപത്തിന്റെ ബന്ധനം കൊണ്ട്, തഴക്കദോഷങ്ങളുടെ ബന്ധനത്തിലായിരിക്കുന്നവര്, ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, വിശ്വാസം ക്ഷയിച്ചു പോയതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്ന മക്കളുണ്ട്. ബന്ധങ്ങൾ മുറിഞ്ഞു പോയതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവര്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്. കർത്താവേ, തകർന്നു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ച് പ്രാർത്ഥനാ ജീവിതത്തെ പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മക്കളെ നീ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ. ഏകാഗ്രതയോടെ നിന്റെ സ്നേഹത്തിൽ ജീവിതം കൊടുത്ത്, നിന്റെ സ്നേഹത്തിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ സഹായിക്കണമേ. പ്രാർത്ഥനാ ജീവിതം ഫലപ്പെട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നവര്, ഇന്നലകളിൽ നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിട്ട് തകർന്നു പോയവര്, ഇന്നലകളിൽ ദേവാലയ ബന്ധിത ജീവിതം ഉണ്ടായിട്ട് തകർന്നു പോയവര്, ഇന്നലകളിൽ കൗതാശിക ജീവിതത്തോട് ചേർന്നിരുന്ന മക്കൾക്ക് പറ്റാതെ പോകുന്നവര്, അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയുടെ മനുഷ്യനാക്കി സ്വർഗം നിന്നെ ഉയർത്തുന്ന സമയമാണ്. നഷ്ടപ്പെട്ടു പോയ നിന്റെ പ്രാർത്ഥനാ ജീവിതം, ക്ഷയിച്ചു പോയ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ സ്വർഗം ബലപ്പെടുത്തുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്പർശിക്കണമേ. ഈശോയെ തൊടണമേ. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ഇവർക്ക് വേണ്ടത് നൽകണമേ. എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരമായി നിൽക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ ഫലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ആരാധിച്ചു പാടാൻ പറ്റുമെങ്കിൽ കരങ്ങളടിച്ച് ആരാധിച്ച് എല്ലാം മറന്ന് പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ബലവാനായു നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായു നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും.
കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഈശോ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. നമ്മളെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് സാന്നിധ്യം കൊണ്ടൊക്കെ നിറച്ച നിമിഷങ്ങളായിരുന്നത്. അത്ഭുതകരമായ വിടുതലുകൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന സമയമായിരുന്നത്. അവിശ്വാസത്തിൽ പ്രാർത്ഥിച്ചതും യാചിച്ചതൊക്കെ കർത്താവ് തന്നു എന്നുള്ള വിശ്വാസത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ആശീർവാദം നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ആഗ്രഹിച്ച് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുനാഥാ.